വയലിൻ തന്തികളിലൂടെ ഉതിർത്ത സ്വരരാഗഭാവങ്ങളിലൂടെ ഏതൊരു സംഗീതപ്രേമിയുടെയും ഹൃദയരാഗമായി മാറിയ അതുല്യ പ്രതിഭ, അതായിരുന്നു ബാലഭാസ്കർ. സ്വന്തം ഹൃദയത്തോട് ചേർത്തുപിടിച്ച വയലിൻ എന്ന സംഗീത പേടകത്തിൻ്റെ കമ്പനങ്ങൾ സ്വന്തം ഹൃദയസ്പന്ദനങ്ങളാക്കി പകർന്നു തന്നപ്പോൾ അത് സദസ്സുകളുടെ ഹൃദയമിടിപ്പായി, വേദികളുടെ ദേവസാന്നിധ്യമായി. അകാലത്തിൽ നമ്മെ വിട്ടുപോയ ആ രാഗരാജകുമാരൻ അവശേഷിപ്പിച്ചു പോയ മാറ്റുലികൾ വേദികളുടെ വേദനയായി തുടരും. ആ സംഗീത മഹാവിസ്മയത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആസ്വാദക ലോകം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സംഗീതം നിറഞ്ഞു നിന്ന കുടുംബത്തിൽ ജനിച്ച ബാലു സംഗീതം കേട്ടു വളർന്നു. കോളേജ് വിദ്യാഭ്യാസ കാലത്തു തന്നെ സുഹൃത്തുക്കളുമായി ചേർന്ന് മ്യൂസിക് ബാൻഡ് തുടങ്ങി. 17-ാം വയസ്സിൽ മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിൽ സംഗീത സംവിധായകനായി. പിന്നീട് മലയാളികളുടെ മനം കവർന്ന നിരവധി സംഗീത ആൽബങ്ങൾ, എണ്ണമറ്റ സ്റ്റേജ് ഷോകൾ, പ്രമുഖ ഗായകർക്കൊപ്പം വയലിൻ വായിച്ച് സ്വന്തം കഴിവിൻ്റെ മാറ്റി തെളിയിക്കുന്ന വേദികൾ ഒക്കെയും പിന്നിട്ട് നാടൻ പാട്ട് മുതൽ ക്ലാസിക്കൽ സംഗീതം വരെ ആധുനിക വാദ്യോപകരണങ്ങളുമായി സമന്വയിപ്പിച്ച് തൻ്റെ വയലിനിലൂടെ നയിച്ച സംഗീത സദസ്സുകളിലൂടെ ഫ്യൂഷൻ സംഗീതത്തിൻ്റെ അഭൂതപൂർവമായ ബാലഭാസ്കർ ടച്ച് നമുക്ക് അനുഭവവേദ്യമാക്കി തന്നു. ഉടുക്കിനെയും മൃദംഗത്തിനെയും തവിലിനെയും തബലയെയും ജാസ് ഡ്രമ്മിനെയും, എന്തിനധികം മട്ടന്നൂരിൻ്റെ ചെണ്ടവാദ്യത്തിനെയും സ്വന്തം വയലിനുമായി സമന്വയിപ്പിച്ച് സംഗീത വിസ്മയങ്ങൾ സൃഷ്ടിച്ചു ബാലഭാസ്കർ എന്ന അതുല്യ കലാപ്രതിഭ. സെപ്റ്റംബർ 26 പുലർന്നത് സംഗീതപ്രേമികൾക്ക് ആഘാതമായ വാർത്തയുമായിട്ടായിരുന്നു. അനേകായിരങ്ങളുടെ പ്രാർത്ഥനകൾ കൂടെയുണ്ടായിരുന്നിട്ടും ഒക്ടോബർ 2 ഹൃദയം തകർത്തൊരു ശോകരാഗമായി നമ്മുടെ സ്വന്തം ബാലു ഈ ലോകത്തോട് വിട പറഞ്ഞു. അനശ്വരമായ ആ ദേവരാഗങ്ങൾ ഓർത്തോർത്ത് കേട്ടിരിക്കാനായി ഓരോ സംഗീതാസ്വാദകൻ്റെയും മനസ്സിൽ ഒരു വൻ നിധിശേഖരമായി നിലനിൽക്കും. സ്വർഗീയമായി കഴിഞ്ഞ ആ നാദവിസ്മയം സ്വപ്നമെന്നോണം കടന്നുപോയാലും നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും അലയടിക്കും. എവിടെയെങ്കിലും വലിഞ്ഞു മുറുകിയ നാരുകളാൽ വലിച്ചു കെട്ടിയ വില്ലിൻ്റെ സ്പർശങ്ങളുടെ നാദമുയരുമ്പോൾ അതിൻ്റെ മന്ത്രണം ഇങ്ങനെയായിരിക്കും: ബാലു, ബാലു. ബാലഭാസ്കറിനെ ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങളുടെ കോളേജിൽ തന്നെ ആയിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ സംസ്കാര എന്ന് പറഞ്ഞൊരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. എൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അങ്ങനെയാണ് ബാലഭാസ്കറിനെ ആദ്യം കാണുന്നത്. ബാലഭാസ്കർ ആ സമയത്ത് ഫസ്റ്റ് ഇയർ പഠിക്കാൻ വരികയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ബാലുവിൻ്റെ മ്യൂസിക്കും ബാലുവിൻ്റെ കൺഫ്യൂഷൻ എന്നുള്ള ബാൻഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ സ്റ്റാർട്ട് ചെയ്തു. അതിലായിരുന്നു ഇഷാൻ ദേവ് സിംഗറായിട്ട് വന്നു. അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ നിന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ പെർസ്പെക്റ്റീവ് മൊത്തം ലോകത്തിന് മുമ്പിലെത്തിക്കാനും അത് വളർന്നു വന്ന ഒരനുഭവം നമുക്ക് നേരിട്ട് കാണാനും ആ സമയത്ത് സാധിച്ചു എന്ന വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ബാലുവിൻ്റെ ഓർമ്മകളിൽ എന്നും ഞങ്ങൾക്കൊപ്പം ബാലുവിൻ്റെ സംഗീതം തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഇതിനെപ്പറ്റി ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബാലുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ഇഷാൻ ദേവാണ്. ശങ്കർ ആ സമയത്ത് മാറി വാനിയോസിലായിരുന്നു. ഈ വാനിയോസിലെ കലാ പ്രതിഭയായിരുന്നു. ഞാൻ രണ്ട് വാക്ക് ബാലുവിനെ കുറിച്ച്. വൺ ഓഫ് ദി എവർ സ്മൈലിംഗ് ഫേസസ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. ഹി വാസ് സച്ച് എ ടാലൻറ്റ് ആൻഡ് വി സ്റ്റിൽ ചെറിഷ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് വി ഹാവ് സ്പെൻഡ് ടുഗദർ. ബാലുവിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി വി വെർ റൈവൽസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ബാലുവിൻ്റെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു ആൻഡ് വി ഹാഡ് അവർ ഓൺ മ്യൂസിക് ബാൻഡ്. And with all respect, I should say to my fellow band colleagues that he was always the best, and we never could win against him actually. So even after every music sessions, he used to actually come and then shake hands with us, and he used to actually tell us, "Boss, you guys did a good job." He would still motivate us. He would still encourage us to actually do better, and we really miss him. We love you, Balu. Over to you, Ishan. ജാസി ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാണ് ബാലുചേട്ടൻ.
മ്യൂസിക്കിൻ്റെയും അതൊരു എന്താ പറയുക പറഞ്ഞ് അതൊരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വികാരമാണ് എനിക്ക്. ബിക്കോസ് എൻ്റെ എല്ലാ രീതിയിലുള്ള മ്യൂസിക്കിൻ്റെ സ്റ്റാർട്ടിങ് വിത്ത് ബാലുച്ചേട്ടനാണ്. ഒരു അച്ഛനോളം ഇഷ്ടമുള്ള, സഹോദരനോളം ഇഷ്ടമുള്ള, എല്ലാ രീതിയിലും ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പോൾ സ്പെഷ്യലി നമ്മുടെ ശങ്കർജി വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ബാൻഡിലൊരു സോങ് പാടണം ബാലുച്ചേട്ടൻ്റെ. ഞങ്ങൾ കോളേജിൽ പഠിച്ച സമയത്ത് വിത്ത് ബാലുച്ചേട്ടൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തതാണ് ഈ സോങ്. ആക്ച്വലി ഞങ്ങൾ കോളേജിൽ പാടി ആ സമയത്ത് വിൻ ചെയ്തു. കേരള യൂണിവേഴ്സിറ്റിയുടെ ശങ്കർജി പറഞ്ഞ പോലെ ശങ്കർജിയുടെ ടീമിനെ യൂത്ത് ഫെസ്റ്റിവലിനെ ഞങ്ങൾ അപ്പോൾ പാടുമ്പോൾ കൺഫ്യൂഷൻ ടീമിലെ ഒരു മെമ്പർ ആയിരുന്നു ഞാൻ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നെ ആദ്യമായിട്ട് ജാസി കാണുന്നത് ഞാൻ ബാലുച്ചേട്ടൻ്റെ കൂടെ പാടിയാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് തന്നിട്ട് ശരിക്കും ഞങ്ങളെ വഴിയിലാക്കി പോയ ആളാണ്. ഒരിക്കലും അത് നെഞ്ചിലെടുക്കാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. അങ്ങനൊരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഇപ്പോഴും. ഞങ്ങൾ അതിൽ നിന്ന് ആ ആക്സിഡൻറ്റ് ഞങ്ങൾക്കാണ് പറ്റിയതുപോലൊരു അവസ്ഥ. ഞാൻ മെൻ്റലി ഐ എം നോട്ട് ക്ലിയർ. ഞാൻ അതിൽ നിന്നൊന്നും വിട്ട് വന്നിട്ടില്ല. ഐ എം ട്രൈയിങ്, ഹാർഡായി ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളെപ്പോഴും പാടുന്ന പാട്ടാണ്. ഞങ്ങളുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സോങ് ഇതായിരുന്നു. 2000-ലും 2005 വരെ കൺഫ്യൂഷൻ ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡിലെ സോങ് ഞാൻ സ്പെഷ്യലി ഈ പാട്ട് നമ്മുടെ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്തു. അതിൽ ഞാൻ ബാലുച്ചേട്ടൻ്റെ വോയിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ സോങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുന്നു. എണ്ണെഞ്ചിലെ. ബിഫോർ ദാറ്റ് പറഞ്ഞതുപോലെ നമുക്കൊരു ഇപ്പം പറഞ്ഞ പോലെ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇവർക്ക് കുഞ്ഞു പിള്ളേർ ഈ മെഴുകുതിരി പിടിച്ചതുപോലെ ജസ്റ്റ് ഒരു സ്നേഹം പോലെ ജസ്റ്റ് ഒരു നമുക്കൊരു എന്താണ് മൊബൈൽ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്താൽ നമുക്ക് ആ സ്നേഹം നമുക്ക് കാണിക്കാം. പ്ലീസ്. സൂപ്പർ. എണ്ണെഞ്ചിലെ ഫോർ യു ട്രാക്ക്.
മൺചേരാതിലെ മൗനദീപ്തിയിൽ എൻ്റെ സ്നേഹം വിതുമ്പി വന്നു പുൽകുമീ മധുര മഴയിലോ സുഖദ ഗീതം തുളുമ്പി നീവിലോലം ഒഴുകി നീ തനിയെ നിന്നു മൂകകിരണം ആരാരു നീ വെൺചന്ദ്രികേ എൻ ജീവനിൽ കനൽ പൂക്കളിൽ എൻ നെഞ്ചിലെ കനൽ പൂക്കളിൽ മഞ്ഞോളും നിൻ കരങ്ങൾ ആലോലമായി തൊടുമ്പോൾ ആരാരു നീ വെൺചന്ദ്രികേ എൻ ജീവനിൽ തേടുന്നു ദൂരെ ഏകാന്തസാരേ വരൂ വരൂ മിഴിയഴകാ കേഴുന്നു ഞാൻ കേൾക്കുന്നു Thank you guys. Thank you. We love you.